അള്ളാന്റെ അർശ് മുതൽ ഭൂമി വരെ ഒന്നുമില്ല. ഏതൊക്കെ വസ്തുക്കളുണ്ടോ അത് മുഴുവനും മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അള്ളാഹു എങ്ങനെയാണോ തദ്ബീർ ചെയ്യുന്നത്, ലോകം നിയന്ത്രിക്കുന്നത്, അതുപോലെ അള്ളാഹുവിന്റെ കഴിവ് സിയമലില്ലാഹി കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ നമ്മൾ ആരും പറയുന്നില്ല, ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്ന് നമ്മളെക്കാൾ കൂടുതൽ ഇവർക്കും അറിയാം. ഇവർക്ക് അറിയാഞ്ഞിട്ടൊന്നുമില്ല. ഇനി അങ്ങോട്ടേക്ക് ഈ വീഡിയോ കഴിയുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ഇവർ പറയുന്നത്. അല്ല, ഈ മാഞ്ഞാളം മുസ്ലിയാർ കളവ് പറയുന്നതാണോ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇവരുടെ പുസ്തകങ്ങളാണ് ഇവർ മറുപടി പറയാൻ വേണ്ടി പോകുന്നത്. ഒരാളെ കുറിച്ച് ഇത്തരം സ്ഥാനപ്പേരുകൾ നൽകി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേവലം ഒരു സ്ഥാനപ്പേരായിട്ടാണോ നിങ്ങൾ പറയുന്നത്? ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന മുജാഹിദുകൾ തന്നെ വലിയ പണ്ഡിതൻ, അദ്ദേഹത്തെ കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇസ്ലാമിന്റെ ഷെയ്ഖാണെന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് ഈ മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറയുന്നത് കേവലം ഒരു സ്ഥാനപ്പേരാണ് എന്നായി പറയുന്നത്. അങ്ങനെയാണോ മുസ്ലിയാക്കന്മാരെ നിങ്ങളുടെ പുസ്തകത്തിലൊക്കെ ഉള്ളത്? നിന്റെ മർക്കസിൽ നിറക്കിയ മൗലിദ് കിതാബുമായി നൗഷാദ് കുരുവട്ടൂരിയിരിക്കുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു മർക്കസിൽ നിന്ന് ഇറങ്ങിയ കിതാബ് വായിക്കാം. ഒക്കെ നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞു വെച്ചിന്. ഇദ്ദേഹം ചെയ്യേണ്ട ഇപ്പൊ ഒറ്റ പണിയുള്ളൂ. ഈ ഗണ്ണനും പ്രസംഗമൊക്കെ തൽക്കാലം നിർത്തിയിട്ട് ആ മുറ്റിച്ചൂർ പിന്നെ അഹമ്മദാജിന്റെ മൗലിദ് നോക്കുന്നുണ്ടല്ലോ, അതിന്റെ കൂടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയൊരു മൗലിദാണ് അൽ മൗലിദ് നൂരിൽ ഗൗസിൽ മടവൂരി. ഇത് ഫുള്ളാണ് വായിച്ച തല കറങ്ങി നിലത്തം കഴിയും. വെല്ലുവിളിക്കാണ്. ഇതിനുള്ള ഒരു വരിന്റെ അർത്ഥം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് ഫുള്ള് കുത്തുബുൽ ആലമാണ്. കണ്ടില്ലേ നിങ്ങൾ? അൽ കുത്തുബ് കുത്തുബുൽ ആലം എന്ന് പറയുന്ന മർത്തബയിലിരിക്കുന്ന മഹാൻ കൈകാര്യം ചെയ്യുന്ന പരിധി എത്രേ? മുത്തസർരിഫുൻ മിനൽ അർശി ഇല സറാ. അള്ളാന്റെ അർശ് മുതൽ ഭൂമി വരെ ഒന്നുമില്ല. അള്ളാന്റെ അർശ് മുതൽ ഭൂമി വരെ ഒന്നുമില്ല. അള്ളാന്റെ അർശ് മുതൽ ഭൂമി വരെ ഒന്നുമില്ല. ഏതൊക്കെ വസ്തുക്കളുണ്ടോ അത് മുഴുവനും നിയന്ത്രിക്കുന്നവരാണ് കുത്തുബുൽ ആലമെന്ന് നിങ്ങളുടെ മർക്കസിൽ നിന്ന് AP ഉസ്താദ് ആമുഖം എഴുതി കൊടുത്ത മൗലിദിലുണ്ട്. അതെങ്കിലും വായിച്ചൂടെ? സൂഫിയയും അതേപോലെ കാശാനി ഇമാമിന്റെ കിതാബും ഷാറാനി ഇമാമിന്റെ കിതാബൊന്നും കയ്യിലില്ലെങ്കിൽ ഇതുമില്ലെങ്കിൽ ഞങ്ങൾ എത്തിച്ചേരത്. മിനൽ അർശി ഇല സറാനാ പറഞ്ഞു. ലോകത്തിലെ ഒരു കുത്തുബ് ഞാൻ ചോദിക്കാണ്, സൂഫിയാക്കളുടെ വാക്ക് അവരുടെ ഭാഷയിൽ അർത്ഥം വെക്കണം. ഇതിൽ തർക്കമല്ലല്ലോ. സൂഫിയാക്കളിൽ പ്രധാനിയല്ലേ ശൈഖ് മടവൂർ? ലോകത്തിലെ ഒരു കുത്തുബും ഫിൽ ആലം എന്ന് താങ്കൾ പറഞ്ഞ അർത്ഥല്ലേ? സൂഫിയാക്കളുടെ ഏതെങ്കിലും ഒരു കലാമിൽ, ഏതെങ്കിലും ഒരു കിതാബിൽ, ഏതെങ്കിലും ഒരു വാക്കിൽ അങ്ങനെ ഒരു അർത്ഥം കുത്തുബുൽ ആലമിന് പറഞ്ഞത് തെളിയിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എല്ലാവരും ഉത്തരം പറയണം. ഇയാൾ മാത്രം പറഞ്ഞാൽ മതിയാവില്ല. താങ്ങി നടക്കുന്ന മുഴുവനും പറയണം. മുശാവറ മറുപടി പറഞ്ഞേക്കണം. സംഘടന മറുപടി പറഞ്ഞേക്കണം. വാദം അങ്ങേയറ്റം അപകടകരമാണ്. സ്വന്തം ഉണ്ടാക്കിയ അർത്ഥാണ് കുത്തുബും ഫിൽ ആലം എന്ന് അർത്ഥം വെച്ചത്. ലോക ചരിത്രത്തിൽ കുത്തുബുൽ ആലമിന് അങ്ങനെ ഒരു അർത്ഥം പറഞ്ഞിട്ടില്ല. എല്ലാരും പറഞ്ഞത് മിനൽ അർശി ഇല സറാ, ലോകം മുഴുക്കെ അധികാരമുള്ളവർ. അത് തന്നെയാണ് ഇമാമുല്ലാ അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു സക്കരിയ അൽ അൻസാരി തങ്ങളിൽ ഉദ്ധരിച്ചുകൊണ്ട് എന്താണ് കുത്തുബ് എന്ന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, മഹല്ലു നദരില്ലാഹി തആല ഫിൽ അർദ്, ഭൂമിയിൽ അല്ലാഹു നോക്കുന്ന സ്ഥലം. എന്നിട്ട് കാണാം നദറൻ ഖാസൻ യതറത്തബു അലൈഹി ഇഫാദത്തുൽ ഫൈദ് വസ്തിഫാദത്തുഹു ഫഹുവൽ വാസിതതു ഫീ ദാലിക ബൈനല്ലാഹി തആല വബൈന ഇബാദിഹി. ഒരു കാലത്ത് അല്ലാഹു പ്രത്യേകം നോക്കുന്ന സ്ഥലം, ഒരു സമയത്ത് അവരിലൂടെ അല്ലാതെ ഒരു സഹായം അല്ലാഹു കൊടുക്കൂല. അങ്ങനെയുള്ള സ്ഥലമാണ് അൽ ഖുതുബ്. ആ സ്ഥാനത്തിരിക്കുന്നവരാണ് ഖുതുബുൽ അഖ്താബ്, അവരാണ് ഖുതുബുൽ ആലം. അതിനെ കൊണ്ടുപോയിട്ടാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കൂടാരത്തിൽ പഠിച്ചു വളർന്ന മുസ്ലിയാർ നിങ്ങളുടെ മർക്കസിലെ പുസ്തകം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മറുപടി പറയുകയാണ്. അതുകൊണ്ട് മുസ്ലിയാരെ ഞാനിതിൽ ഇടപെട്ട് കൂടുതലായി ഒന്നും പറയുന്നില്ല. ഇത് കേവലം ഒരു സ്ഥാനപ്പേരാണോ ഖുറാഫി? അല്ലല്ലോ.